ഹലോ ഗായ്സ്, ജൂലൈ മാസം വന്നെത്തിയിരിക്കുകയാണ്. ജൂലൈ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവർക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മന്താണ്. കാരണം എൻ്റെയും എൻ്റെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയൊക്കെ ബർത്ത്ഡേയ്സ് വരുന്നത് ജൂലൈയിലാണ്. അപ്പോൾ ജൂലൈ ആയതുകൊണ്ട് തന്നെ ഒരു ഗിഫ്റ്റ് ചെയ്യാം, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യാവുന്ന രീതിയിലായിരുന്നു ഞാനും അമ്മയും ചേച്ചിയും ലച്ചൂട്ടിയും കൂടി രാമചന്ദ്ര വരെ പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഫ്രെയിംസ് ഇപ്പോൾ സ്റ്റോക്സ് അവൈലബിൾ അല്ല, അടുത്ത മാസമേ വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത മാസം ബർത്ത്ഡേയ്സ് ഒക്കെ കഴിയും. അപ്പോൾ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം. എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ പറയാം, എന്താണ് ചേട്ടനും ചേച്ചിക്കും വാങ്ങിച്ച് കൊടുക്കേണ്ടതെന്ന് എനിക്ക് ഡൗട്ടാണ്. ഞാൻ ഇത്രയും വർഷം ഫ്രെയിംസാണ് വാങ്ങിക്കൊടുത്തിരുന്നത്. ആൻഡ് നൗ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് എന്ത് വാങ്ങിക്കൊടുക്കും, എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ചമ്മിപ്പോയി. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തല്ലേ ഈ രാമചന്ദ്ര, അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിനകത്ത് കയറാന്നുള്ള രീതിയിലല്ല നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, കാരണം നമ്മൾ ധാവണിയോ സാരിയോ ഒന്നും അല്ല ധരിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അകത്ത് കയറിയില്ല, പുറത്ത് നിന്ന് ലച്ചൂട്ടിയും കൂടെ നടന്നു. ലച്ചൂട്ടി ഓളുടെ അമ്മുമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ നടന്നു. പിന്നെ ലച്ചൂട്ടി നമ്മളിവിടെ സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ലച്ചൂട്ടിയെ അമ്പോറ്റി അമ്പോറ്റി പ്രാർത്ഥിക്കൂ പറഞ്ഞിട്ട് സ്വാമിയെ തൊഴുവിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തൊഴുത ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണോ എന്നറിയില്ല, കുട്ടി ഇപ്പോൾ ഈ ഫോണിലൊക്കെ നമ്മൾ വീഡിയോസും റീൽസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അപ്പോഴും പോലും ഈ ഭഗവാന്മാരുടെയൊക്കെയും ഭഗവതിയുടെയൊക്കെ ഫോട്ടോസും ദൈവങ്ങളെ പാട്ടൊക്കെ വരുമ്പോഴത്തേനേക്കും കൈകൂപ്പി നിൽക്കാറുണ്ട്. പിന്നെ അവളുടെ അമ്മുമ്മ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല രസം. മൂക്ക് എവിടെ, കൈ എവിടെ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാം. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കുട്ടിയോട് എൻ്റെ അമ്മ കൈ എവിടെ, കുക്കുടു എന്ന് അമ്മ വിളിക്കുക. അപ്പോൾ കുക്കുടു തല എവിടെ, കുക്കുടു കൈ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കുട്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അമ്പോറ്റിയെ തൊഴാനും അമ്മ പഠിപ്പിച്ചു കൊടുത്ത്. ആൻഡ് ഷീ ഡു ഇറ്റ് വെരി വെൽ. ആൻഡ് നമുക്കൊക്കെ ഭയങ്കര അതിശയിച്ച് നമ്മൾ വണ്ടറായിട്ട് നിൽക്കും. കാരണം കുഞ്ഞുകുട്ടികളെ ഇങ്ങനെ കാണിക്കുന്നില്ല, നല്ല രസം, ക്യൂട്ടാണ്. നമ്മളൊക്കെ തൊഴുത് നിൽക്കുന്നതിനെക്കാട്ടി എന്ത് ക്യൂട്ടാണെന്നറിയാവോ ഈ കുഞ്ഞ്. പിന്നെ എന്ത് കാണിച്ചാലും ക്യൂട്ടാണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ കണ്ടില്ലേ തൊഴുവാണ് കുട്ടി. അവിടെ നമുക്ക് ഈ സൺസെറ്റ് സമയമായതുകൊണ്ട് ഇരുട്ടാണ്. എന്നിരുന്നാലും ഞാൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വരുമല്ലോ, അതിൻ്റെ പേരെന്താ ഗൈസ്, തമ്പനയിൽ. തമ്പനയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനത് വെച്ചിരിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രേ ഉള്ളൂ. ലച്ചുകൂടി ഇതാ കുടുകൂടെ ഓടുകയാണ്. ഞാനിവിടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്ന കുട്ടി കണ്ടിട്ടാണ് ഇത്ര ഓട്ടം കേട്ടോ, എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ അവിടുത്തെ കാറ്റ്, ഓ മൈ ഗോഡ്, നല്ല കാറ്റ്. കടൽ തീരത്ത് പോയി നിന്ന പോലത്തെ കാറ്റ് പത്മതീർത്ഥക്കുളത്തിൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേക്കും എനിക്ക് അനുഭവപ്പെട്ടത്. എൻ്റെയും ചേച്ചിയുടെയും മുടിയൊക്കെ പാറി പറന്ന് കളിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. വീഡിയോസൊക്കെ എടുക്കാൻ നല്ല വൈബായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ക്ലാരിറ്റിയുള്ള ഫോണായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കാമായിരുന്നു ഗൈസ്. പിന്നെ ചേച്ചി ഇതുവരെ ഈ ഒരു ബ്രിഡ്ജിൽ കയറിയിട്ടില്ല പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനും അമ്മയും ലച്ചൂട്ടിയും ചേച്ചിയും കൂടി ഈ ഒരു കിഴക്കക്കോട്ടയിലുള്ള ബ്രിഡ്ജിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബായ്. നമ്മുടെ യൂബർ വന്നു, ബായ്.